നീറ്റ് പരീക്ഷ അഴിമതിക്കെതിരെ ഡൽഹി ജന്തർ മന്ദറിൽ നടക്കുന്ന വിദ്യാർത്ഥി ബഹുജന പ്രക്ഷോഭത്തിന് നേരെ ഡൽഹി പോലീസും ഗുണ്ടകളും ചേർന്ന് നടത്തുന്ന അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ജനകീയ പ്രതിരോധ സമിതി മാവേലിക്കര KSRTC ജംഗ്ഷനിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് B. ദിലീപൻ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു. നീറ്റ് പരീക്ഷ അഴിമതിക്കെതിരെ ഡൽഹി ജന്തർ മന്ദറിൽ നടക്കുന്ന വിദ്യാർത്ഥി ബഹുജന പ്രക്ഷോഭത്തിന് നേരെ ഡൽഹി പോലീസും ഗുണ്ടകളും ചേർന്ന് നടത്തുന്ന അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ജനകീയ പ്രതിരോധ സമിതി മാവേലിക്കര KSRTC ജംഗ്ഷനിൽ സംഗമം സംഘടിപ്പിച്ചു. ജനകീയ പ്രതിരോധ സമിതി ജില്ലാ പ്രസിഡന്റ് B. ദിലീപൻ ഉദ്ഘാടനം നിർവഹിച്ചു. തോമസ് ഡാനിയൽ സ്വാഗതം പറഞ്ഞു. യുക്തിവാദി സംഘം താലൂക്ക് പ്രസിഡന്റ് R. ബാലകൃഷ്ണൻ അധ്യക്ഷനായി. നമ്മുടെ ഈ രാജ്യം ഒരു 12 വർഷമായി നീരാളിയുടെ പിടിയിലാണ്. ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിലാണ് സ്വതന്ത്ര ഭാരതം. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947-ലാണ്. അതിനു മുമ്പ് വിദേശ ശക്തികളും അതിനു മുമ്പ് അങ്ങേറ്റം വിദേശ ശക്തികൾ, അതായത് അന്ന് മധ്യേഷ്യയിൽ നിന്നും പണ്ട് പുരാതന കാലത്ത് ഇവിടെ കടന്നുകൂടിയ വിദേശ ശക്തിയാണ് ഇപ്പോൾ ഈ 12 വർഷമായിട്ട് നമ്മുടെ രാജ്യത്തെ അടക്കി ഭരിക്കുന്നത്. യുക്തിവാദി സംഘം സംസ്ഥാന സെക്രട്ടറി R. അഭിലാഷ് മുഖ്യപ്രഭാഷണം നടത്തി. സൗഭാഗ്യകുമാരി, B. K. രാജഗോപാൽ, വർഗീസ് ജോർജ്, നവീൻ കോശി എന്നിവർ സംസാരിച്ചു. ഈ നീറ്റ് അഴിമതി മാത്രമല്ല, ഈ രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കുഴിച്ചു മൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യ സമര കാലത്ത് എന്തായിരുന്നു നമ്മുടെ ഭാവന? ശാസ്ത്രീയമായ വിദ്യാഭ്യാസം, മതേതര മൂല്യങ്ങൾ അടങ്ങുന്ന വിദ്യാഭ്യാസം, ജനാധിപത്യ മൂല്യങ്ങൾ അടങ്ങുന്ന വിദ്യാഭ്യാസം. ഇതാണ് നമ്മൾ ആവശ്യപ്പെട്ടതെങ്കിൽ ഇന്ന് BJP കൊണ്ടുവരുന്ന പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? ശാസ്ത്രീയത തീരെയില്ല. കാരണം പ്രധാനമന്ത്രി തന്നെ ലോക പ്രശസ്തമായ നമ്മുടെ സയൻസ് കോൺഫറൻസിൽ പറയുകയാണ്, ഗണപതി എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് സർജറിയുടെ ഉദാഹരണമാണ്. ഇമാതിരി വിഡ്ഢിത്തം വിളമ്പിക്കൊണ്ട് ശാസ്ത്രത്തെ അട്ടിമറിച്ചുകൊണ്ട്, കാരണം എന്താണെന്ന് അറിയാമോ? ശാസ്ത്രമാണ് ജനാധിപത്യത്തിന്റെ അടിത്തറ ഒരുക്കിയത്. ശാസ്ത്രബോധമാണ്. മനുഷ്യർ തുല്യരാണ് എന്ന സങ്കല്പം, മനുഷ്യർ തുല്യരാണെന്ന സങ്കല്പമാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന സങ്കല്പം. ആ അടിസ്ഥാന സങ്കല്പത്തെ നമ്മുടെ രാജ്യത്ത് പുഷ്കലമാക്കിയത് ഈ പറഞ്ഞ ശാസ്ത്രീയ അവബോധമാണ്. CD നെറ്റ് ന്യൂസ് മാവേലിക്കര.